मैं तेनू समझावा कि ना तेरे बिना लगदा जी तू की जाने प्यार मेरा मैं करो इंतजार तेरा तू दिल तू यो जान मेरी जान मेरी जान मेरी. ഞാൻ തസ്നിം അസീസ്. ഇന്നത്തെ റെസിപ്പി ഒരു ഫ്രൂട്ട് പുഡിംഗ് ആണ്. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. പുഡിംഗ് ട്രേയിലേക്ക് ഇതൊരു 1.25 കപ്പ് ആരോറൂട്ട് ബിസ്ക്കറ്റ് അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റ് പൊടിച്ചെടുത്തതാണ്. ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ ഡെസിക്കേറ്റഡ് കോക്കനട്ട്. റൂം ടെമ്പറേച്ചറിലെ ബട്ടറാണ്. ഒരു 2 ടേബിൾ സ്പൂൺ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് പ്രസ് ചെയ്തു. ഇതിനി ഫ്രിഡ്ജിൽ വെച്ച് നമുക്കൊരു കുറച്ച് സമയം ഒന്ന് ആ ബട്ടർ ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് 15 മിനിറ്റ് വെച്ച് കൊടുക്കാം. 10 ഗ്രാം ചൈന ഗ്രാസ് ഉണ്ട്. അതിലേക്ക് 1/2 കപ്പ് വെള്ളം. ജസ്റ്റ് ഒന്ന് സോക്കായതിന് ശേഷം ഒന്നുകിൽ ഇത് സ്റ്റൗവിൽ വെച്ച് മെൽറ്റ് ചെയ്തെടുക്കാം. ചെറിയ തീയിൽ ഇങ്ങനെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തൊക്കെ ചെയ്ത് ആകുമ്പോഴേക്കും അത് മെൽട്ടായിട്ട് വരും. അല്ലെങ്കിൽ മൈക്രോയിൽ ചെയ്യാം. മൈക്രോയിലാണെങ്കിൽ ഹൈ പവറിൽ 2 മിനിറ്റാണ് കൊടുക്കേണ്ടത്. ജസ്റ്റ് അതൊന്ന് സോക്കായതിന് ശേഷം ചെയ്യുകയാണെങ്കിൽ എളുപ്പമാവും. ഞാൻ എന്തായാലും ഇത് മൈക്രോയിലാണ് ചെയ്യണം. ഒരു പാത്രത്തിലേക്ക് 2 കപ്പ് പാല്, 2 കപ്പ് പാല്, 3 ടേബിൾ സ്പൂൺ പഞ്ചസാര, ഇതിലേക്ക് ചേർക്കാനുള്ള മാങ്ങയും കിവിയാണ്. കിവി പുളിയുള്ളതാണെങ്കിൽ കുറച്ച് വെള്ളത്തിൽ കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് ഒരു 1-2 ടേബിൾ സ്പൂൺ വെള്ളമേ ചേർക്കേണ്ടുള്ളൂ. ഒരു 3 കിവി, ഇതിപ്പോൾ ഒരു 3 കിവിയാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് പഞ്ചസാരയും കുറച്ച് വെള്ളവും ചേർത്ത് ആ വെള്ളം വറ്റുന്നവരെ, പഞ്ചസാര വറ്റി വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കണം ചെറിയ തീയിൽ. നല്ല പുളി ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ ചെയ്യേണ്ടുള്ളൂ, അല്ലെങ്കിൽ പാല് പിരിഞ്ഞു പോകുമല്ലോ. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. നമുക്കത് ഇളക്കി കൊടുക്കാം. പാല് ഒരുവിധം ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 1 ടീൻ കണ്ടൻസ്ഡ് മിൽക്ക് ഇതിലേക്ക് ചേർക്കാം. ചൈന ഗ്രാസ് നന്നായിട്ട് മെൽട്ടായിട്ടുണ്ട്. കംപ്ലീറ്റ് മെൽറ്റായി. ഞാൻ 2 മിനിറ്റാണ് മൈക്രോയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. 1/2 കപ്പ് വെള്ളത്തിൽ. പാല് തിളയ്ക്കാറായിട്ടുണ്ട്. തിളച്ചിട്ടില്ല, തിളയ്ക്കാറാവുമ്പോൾ ഇതിലേക്ക് ചേർക്കാം. കുറച്ച് സമയം ഇങ്ങനെ ഇളക്കിയതിന് ശേഷം ഞാൻ സ്റ്റവ് ഓഫ് ചെയ്യാണ്. സ്റ്റവ് ഓഫ് ചെയ്തു. ഇത് കുറച്ച് സമയം നമ്മളൊന്ന് ഇളക്കി കൊടുത്ത് ആ ചൈന ഗ്രാസും പാലും നന്നായിട്ടൊന്ന് മിക്സ് ആകുന്നേരം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് കിവി, മാങ്ങ, മാങ്ങ മിക്സിയിൽ വേണമെങ്കിൽ ഒന്ന് അടിച്ചിട്ട് കുറച്ച് പാലും ചേർത്ത് അടിച്ചിട്ട് അങ്ങനെ വേണമെങ്കിലും ചേർക്കാം. അപ്പോൾ നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു. ഇത് കുറച്ച് സെറ്റായിട്ടുണ്ട്.
കുറച്ച് കാഷ്യൂ. ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വയ്ക്കാം. നമുക്കിതൊന്ന് ഗാർണിഷ് ചെയ്യാൻ കിവി വെച്ചിട്ട് തന്നെയാണ് അതിന് ഗാർണിഷ് ചെയ്യുന്നത്. പുഡിംഗ് നല്ല സെറ്റായിട്ടുണ്ട്. നമുക്കത് കട്ട് ചെയ്യാം. ഇത് മോനും മോൻ്റെ ഭാര്യയാണ്. ഞാൻ ഇവരെ കൂടെയാണ് ഇപ്പോൾ ദുബായിലുണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ ഇവർ ഓഫീസിൽ നിന്ന് വരുമ്പോൾ ഉണ്ടാക്കി വെച്ചതാ പുഡിംഗ്. ഇതിന്റെ പേര് ഫ്രൂട്ട് പുഡിംഗ്. ഇത് നിഹാൽ മോനോട് എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യാണ്. ഇത് മോള് ഫിസയും എഞ്ചിനീയറാണ് ഇവിടെ വർക്ക് ചെയ്യും. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഏതൊക്കെ ഫ്രൂട്ട്സ് ആണ്? മാംഗോ, കിവിയാണ് മെയിൻ ആയിട്ടുള്ളത്. താഴെ ഒരു ബിസ്ക്കറ്റിന്റെ ഒരു ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവർക്കിപ്പോ സ്കൂള് അല്ല, എനിക്ക് ഇവരിപ്പോഴും സ്കൂളിലാണ്. ഇവര് ഓഫീസിൽ വരുമ്പോഴേക്കും ഞാൻ എന്തെങ്കിലും നമ്മൾ സാധാരണ നമ്മളെ സ്നാക്കൊക്കെ ഉണ്ടാക്കി ഇവിടെ അങ്ങനെ ഉണ്ടാക്കി കോഫിയൊക്കെ ആയിട്ടിരിക്കും. അപ്പൊ ഇവർക്ക് ഭയങ്കര സന്തോഷമാണ്. ഫിസ നല്ല പാട്ട് പാടും കേട്ടോ. നിനക്ക് വേണ്ടിട്ട് ഫിസ ഒരു പാട്ട് പാട്, 2 വരി. അപ്പൊ ഫിസ പാട്ട് പാട് 2 വരി. ഫിസ ഹിന്ദി. मैं तेनू समझावा कि ना तेरे बिना लगदा जी, तू की जाने प्यार मेरा, मैं करो इंतजार तेरा, तू दिल तू यो जान मेरी, जान मेरी, जान मेरी. നന്നായിട്ട് പാടും ഫിസ. അപ്പൊ ഇഷ്ടായില്ലേ? പുഡിംഗ് ഇഷ്ടായി? നിങ്ങൾ പറയും പുഡിംഗ് നല്ല പുഡിംഗ് ട്രൈ ചെയ്ത് നോക്കിക്കോളും. ഈ പുഡിംഗ് നല്ല രസമുണ്ട്. ഇതിന്റെ ഇടയിൽ മറ്റേ ഫ്രൂട്ട്സ് ഉണ്ട്, പിന്നെ അതുപോലെ കിവിയൊക്കെ കട്ട് ആക്കുമ്പോൾ ഇടയ്ക്ക് ചെറിയ പുളി, സ്വീറ്റ്നെസ് എല്ലാം കൂടെ നല്ല രസമുണ്ട്. അടിപൊളി. ഈസിയാണ്. ഓക്കെ, നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇതെൻ്റെ ഓൺലൈൻ കുക്കറി ക്ലാസ്സിൻ്റെ ആഡാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. എല്ലാ ടൈപ്സ് ഓഫ് ക്ലാസ്സസും നടക്കുന്നുണ്ട്. വീഡിയോ ഇൻ്ററാക്റ്റീവ് ക്ലാസ്സാണ്.